എന്റെ 18 വയസ്സ് തൊട്ടേ ഞാൻ കഞ്ഞി ഓർത്ത് വിട്ട് അങ്ങോട്ട് ഇന്നുവരെയും കോൺഗ്രസ് ഇറങ്ങുന്നത്. ഒരു മൂന്നാം മുന്നണി വരികയാണെങ്കിൽ അവരെ കൂടെ നമ്മൾ നിൽക്കാൻ തയ്യാറാണ്. ഇയാൾ ജയിക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ ഇലക്ഷൻ സമയത്ത് മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. ആ രീതിയിൽ അവർ നമ്മളോട് കാണിക്കുന്നതിന്റെ പേരിൽ അങ്ങനെ ചെറുത് മാറ്റം. മൂന്നാം മുന്നണി എന്ന് ഉദ്ദേശിക്കുന്ന BJP തന്നെയാണ്. 14 കോൺഗ്രസിനാണ്. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും. പക്ഷെ എന്നാൽ ഈ വർഷം ഞാനും വോട്ട് മാറ്റി. ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമില്ലാതെയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. ജനത്തിന് അത്ര മണ്ടന്മാരാട്ടുണ്ട്. സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരു മൂന്നാം മുന്നണി വരണം. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച് നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി കേരള ടുഡേയുടെ വാർത്താസംഘം എന്നുള്ളത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ വേങ്ങോട് വാർഡിലാണ്. ഇവിടെ ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഈ പൊതുജനങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടെ പ്രചരണമൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം സ്ട്രോങ് തന്നെയാണ്. ഒരു ചൂട് വന്നിട്ടുണ്ടോ ഇലക്ഷൻ? അങ്ങനെ ഇല്ല, എങ്കിലും സ്ഥാനാർത്ഥികളൊക്കെ സ്ട്രോങ് ആണ്. അതാണ് ഒരു വിഷയം. വിഷയം. അപ്പം അതുകൊണ്ട് അത് ആരെ നമുക്ക് അതുകൊണ്ട് അയാൾ ജയിക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എല്ലാം സ്ട്രോങ്ങാണ്. സ്ഥാനാർത്ഥികൾ എല്ലാം സ്ട്രോങ്ങും, കാശുള്ളവരുമാണ്, നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷെ വിജയം ആരും കാണും എന്ന് തീർത്തും പറയാൻ പറ്റില്ല. എന്നാലും ഈ പല സ്ഥലങ്ങളിലും നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പക്ഷേ ഒരു മുൻതൂക്കം ഇപ്പൊ കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം. നമുക്കും കോൺഗ്രസിന് തന്നെയാണ്. പക്ഷെ സ്ഥാനാർത്ഥികളുടെ നിർണയം വെച്ച് നോക്കുകയാണെങ്കിൽ അവരാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നതും. നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി സെലക്ട് ചെയ്തു. അത് ഓക്കെയാണ്. BJPക്ക് ഇപ്പം പാടാണ് കാര്യം. എങ്കിലും ഇനി വർഷങ്ങൾ കൊണ്ട് വരും ഉള്ളു. പക്ഷെ എങ്കിലും BJPക്ക് സ്ഥാനാർത്ഥി ഇപ്പം എല്ലാവരുമായിട്ട് ഒരു ഇതില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എങ്കിലും അവര് വരും. അങ്ങനെ തന്നെയാണ്. ഒരു മൂന്നാം മുന്നണി പല സ്ഥലങ്ങളിലും ഒരു മൂന്നാം മുന്നണി വരണമെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം. അതാണ് വേണം. അതാണ് നമ്മുടെ ആഗ്രഹം. വേണ്ട അല്ലേ? എല്ലാ പാർട്ടിക്കാരും വേണം, മാത്രം വേണ്ടെന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു മൂന്നാം മുന്നണി വരണം, നിലവിൽ വരണം. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ശരിക്കും ഗുണം ഒരു മാറ്റം ഉണ്ടാവും. ഒരുപാട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അതായത് നമുക്ക് ഒരു മൂന്നാം മുന്നണി നമ്മുടെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഒരു നിലപാട് ഒരു രീതിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഉള്ള ഈ രണ്ട് മുന്നണികൾക്ക് ഒരു പേടിയും വരും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് ആഗ്രഹിക്കുന്നതാണ്. നമ്മളിപ്പം ഇതേണക്ക് ഒരു മൂന്നാം മുന്നണി വരികയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്റേതായ കാര്യം ഞാൻ പറയാം. കാര്യം ഇവരുടെ രീതി നമുക്കിപ്പോൾ ശരിയാവുന്നില്ല. മനസ്സിലായില്ലേ? ഇവർ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഭരിച്ചിട്ട് കാര്യമില്ല. ഒരാളും കൂടെ വന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും. നമ്മളെ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരു മൂന്നാം മുന്നണി വരണം. തീർച്ചയായിട്ടും നമുക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു രീതിയിൽ മാറ്റം ഉണ്ടാവും. ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് പല സ്ഥലത്തും ഇപ്പൊ ത്രികോണ മത്സരമായി തുടങ്ങി. അത് തന്നെ. ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു മാറ്റം ഇല്ലാത്തത്. പക്ഷെ ഇവര് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. മൂന്നാം മുന്നണി എന്ന് ഉദ്ദേശിക്കുന്ന BJP തന്നെയാണ്. ഇല്ലാന്ന് BJP തന്നെയാണല്ലോ. അല്ല, ഈ പല സ്ഥലങ്ങളിലും അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രം മത്സരിച്ച സ്ഥലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി പോലും BJPക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം. ഈ പറഞ്ഞ പൊതുജനങ്ങളുടെ ചിന്തയിൽ നിന്നാണ്. അതാണ് പറഞ്ഞത്. ജനത്തിന് അത്ര മണ്ടന്മാരാക്കാൻ പാടില്ല. അതാണ് മനസ്സിലായില്ലേ? കാരണം അവര് മാത്രം ഭരിച്ചിട്ടും ഒരു കാര്യം നേടാനുമില്ല. ഇങ്ങനെ പുതിയ ഒരു മൂന്നാം മുന്നണി വരണം. വന്നാല് ജനങ്ങൾക്ക് ഒരു മാറ്റം, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം. അത് എന്നാ അതിന് വ്യക്തിപരമായിട്ട് ഇപ്പം നമ്മൾ ജാതി പറയണതോ ഒന്നുമല്ല. രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഇപ്പം ചെറുപ്പക്കാരനാണ്, തീർച്ചയായിട്ടും നമ്മളൊരു വോട്ട് ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്. ഒരു ചെറുപ്പക്കാരനാണ്, അത് പാർട്ടി ഏതായാലും. അങ്ങനെ BJP വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എല്ലാവരും കോൺഗ്രസ്
നമ്മള് വർക്ക് ചെയ്യുന്ന ആളാണ്, കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. BJP വരണമെന്ന് നമ്മൾ ആഗ്രഹമുണ്ട്. ആ മനസ്സിൽ ഞാൻ ചോദിക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു അടിയുറച്ച് നിനക്ക് അങ്ങനെയുള്ളവരാണ്, അങ്ങനെയുള്ള ഒരാളുടെ ആ ചിന്ത വരണമെങ്കിൽ അത്രയ്ക്ക് നോവും എവിടെയെങ്കിലും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം ഇവർ രണ്ടുപേരും മാത്രം ഇങ്ങനെയിട്ട് കയ്യാളെ ചെയ്തിട്ട് ജനങ്ങൾക്ക് ദോഷം തന്നെ ഉണ്ടാവുന്നത്. നല്ലൊരു ഭരണം വരുന്നില്ല. വരണമെങ്കിൽ ഇനി ഒരു മൂന്നാം മുന്നണി തന്നെ വരണം. അത് ആരായിക്കൊണ്ടോട്ട്, BJP ആവട്ടെ, ഇനിയിപ്പം BJP തന്നെ ആവണമെന്നില്ല, വേറെ ഏത് പാർട്ടിയാണ് ഉള്ളു. അപ്പം ഏതൊരു പാർട്ടി വന്നാലും നമുക്ക് അതിനോട് താല്പര്യം തന്നെയാണ്. വേണമല്ലോ, അവരും ഭരിക്കണം. കാരണം ഒരു കാര്യം കൊണ്ട് നമുക്ക് ഈ ഏതൊരു സാധാരണക്കാരൻ, ഏതൊരു പാവപ്പെട്ടവനും ഈ ഇലക്ഷൻ സമയത്ത് ഒരേ മൂല്യമാണ്. ആ സമയത്താണ് നമുക്ക് വില. നമ്മുടെ ആ ഒരു മാത്രമല്ലേ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. ഈ ഇലക്ഷൻ സമയത്ത് മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. അതാണ്. പക്ഷെ ആ സമയത്ത് പലപ്പോഴും നമുക്ക് ഇത്രയും വിലപ്പെട്ടതാണ് നമ്മുടെ വോട്ട്, നമുക്ക് മനസ്സിലാക്കാതെ വിലയുണ്ട് കാര്യം. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമില്ലാതെയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. കാര്യം വേറെ വഴി. ഇപ്പം വ്യക്തിയാണല്ലോ വോട്ട്. ഇപ്പം തീർച്ചയായിട്ടും ഞാൻ എന്റെ വീട്ടിൽ 14 വോട്ടുണ്ട്. 14 വോട്ടും കോൺഗ്രസിനാണ്. എന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും. പക്ഷെ എന്നാൽ ഈ വർഷം ഞാനും വോട്ട് മാറും. നിലപാടാണ്. അത് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എന്റെ ജീവിതത്തിൽ ഈ വോട്ടിൽ ഈ വർഷത്തെ ഇലക്ഷനിൽ ഒരു ചെറിയൊരു മാറ്റം എനിക്കുണ്ടാവും. അത് ആ രീതിയിൽ അവര് നമ്മളോട് കാണിക്കുന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം. എത്ര വർഷം കോൺഗ്രസ്? എന്റെ 18 വയസ്സ് തൊട്ടേ ഞാൻ കഞ്ഞി വോട്ട് വിട്ട് അങ്ങോട്ട് ഇന്നുവരെയും കോൺഗ്രസ് ആയിരുന്നു. ഞാൻ INTCയിലെ തൊഴിലാളിയാണ്, ചുമട്ട് തൊഴിലാളിയാണ്. ഇത്തവണ ഞാൻ മാറും. അതേപോലെ തന്നെ നമ്മളും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, ഞാനും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. എന്റെ അച്ഛനാണ് നല്ലൊരു വ്യക്തിപരമായ ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിലാണോ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി? നാടിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടല്ല. പ്രേക്ഷകർക്ക് തോന്നരുത്, അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ടല്ല, മാറ്റം നാടിന് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഇല്ല, നമ്മൾ ഇന്നൊന്നും വാങ്ങിയിട്ടില്ല, നമുക്ക് വേണ്ടതാണ്. പക്ഷേ നാട്ടിന് വേണ്ടിയാണ്, ഒരു മാറ്റം നാട്ടിന് വേണ്ടി നമ്മളെ ആഗ്രഹം. അതുപോലെ നമ്മളെ കൊണ്ട് ഒക്കുന്ന ചെറുപ്പക്കാരും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലോട്ട് കൊണ്ടുവരാൻ നോക്കും മാക്സിമം. അത് ഏതൊരു ടൈമിലായിരുന്നാലും ഒരു മൂന്നാം മുന്നണി വരികയാണെങ്കിൽ അവരെ കൂടെ നമ്മൾ നിൽക്കാൻ തയ്യാറാണ്, നിൽക്കുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയാണ്, നാടിനൊരു നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കണം. അല്ലാതെ നമുക്ക് ഈ രാഷ്ട്രീയം കൊണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ നാട്ടിലും വരണമെന്ന് ആഗ്രഹിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരത്തിൽ തുറന്ന് സംസാരിക്കുന്ന, തങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് വ്യക്തമാകുന്ന വോട്ടർമാരുള്ള നാടാണ് നമ്മുടെ ഈ നാട് എന്നുള്ള ബോധ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണ്ടത്.